കാരണം അദ്ദേഹം അത് പറയും. ഇപ്പം അയാൾ പിന്നെ നാക്കെടുത്ത കള്ളത്തരം പറയുന്നത് മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. ഞാനിതിപ്പോൾ എല്ലാ കമ്മിറ്റിയിലെയും കൺവീനർമാരുടെ യോഗവും ഓരോ വെനുവിൻ്റെ ചുമതലയുള്ള സൂപ്രണ്ടന്മാരുടെ യോഗമൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു പ്രശ്നമുണ്ട്. 20,000-ഓളം ആൾക്കാർ വന്ന് കൂടുന്ന സ്ഥലമാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ സൂക്ഷ്മമായി ഓരോ സ്ഥലത്തും നോക്കിയാൽ അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. ഇതിപ്പോൾ എന്താണെന്ന് പരിശോധിക്കാം. റാമ്പിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഭിന്നശേഷി കുട്ടികളുടെയൊക്കെ 100% അവരുടെ പിന്നെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടല്ല നമുക്ക് നടത്തണം. അതിന് പറയുമ്പോഴാണ് ഈ എല്ലാവർക്കും റാമ്പും എല്ലാം വേണമെന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം, ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. ഇന്നലെ പുത്തരിക്കണ്ടത്തെ ഹലോ ചപ്പാത്തിയും ചോറുമാണ് ഉണ്ടായിരുന്നത്. ചോറുണ്ടായിരുന്നു, ചപ്പാത്തി തീർന്നു. പരാതി പറയാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ സസൂക്ഷ്മം എല്ലാ സ്ഥലത്തെയും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമല്ലോ, അങ്ങനെ വീക്ഷിക്കണമല്ലോ. അതിനുവേണ്ടിയാണല്ലോ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം കൂടുന്നത്. അവിടെ കാര്യങ്ങൾ കുറച്ച് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, തിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം താങ്കൾ പറഞ്ഞത് ഭക്ഷണം 8:30 മണിക്ക് തീർന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആവശ്യമുള്ളല്ലേ ഞാൻ പറയുന്നത്. എന്നിട്ട് അതാണ് ഞാൻ ഓർമ്മ. ഞാൻ പറഞ്ഞ അങ്ങനെ തീരാൻ സാധ്യതയില്ല. നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് കാണിക്കുന്നവരല്ല. അതാണ് ആ ഫുഡ് കമ്മിറ്റി കൺവീനറോട് ഇപ്പോൾ വിളിച്ച് നമ്മൾ ചോദിച്ചത്. കാരണം ഞാനിപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് വരികയാണ്. അപ്പോൾ ഇന്നലെ പിന്നെ ചപ്പാത്തിയും ചോറുമായിരുന്നു. ചോറ് 8:30 മണിയായപ്പോൾ തീർന്നു. അത് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്തു. അതാണതുണ്ടായത്. ഇന്നൊക്കെ ഫസ്റ്റ് ദിവസമാണെങ്കിൽ മിച്ചമാണ്. ഭക്ഷണപ്പൊതി കുറേ സ്ഥലങ്ങളിൽ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണപ്പൊതിയും ഞാൻ തന്നെ അത് ഭക്ഷണപ്പൊതി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം ഈ ചൂട് ചോറും കറികളും എല്ലാം കൂടെ ഒരു പൊതിയിൽ കെട്ടിയാൽ അത് സ്ഥലത്ത് എത്തുമ്പോൾ പിന്നെ അത് തുറന്നു നോക്കുമ്പോൾ വല്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലേ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഭക്ഷണപ്പൊതി പരമാവധി ഒഴിവാക്കിയിട്ട് അവിടെ വന്ന് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പറഞ്ഞതിന് പ്രശ്നമുണ്ട്. 8:30 മണിക്ക് തീർന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞ് പഠിക്കല്ലേ, കൊച്ചു പ്രായമല്ലേ. എനിക്കതിന് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അല്ല, കേന്ദ്ര മന്ത്രിയാണല്ലോ. അയാൾക്ക് സംസ്ഥാനത്തിൻ്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരമില്ലല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് പറയും. ഇപ്പം അയാൾ പിന്നെ നാക്കെടുത്ത കള്ളത്തരം പറയുന്നത് ഈ മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. പുതുച്ചേരിയിൽ കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിൻ്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ കള്ള വോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ്. ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ്, യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ്. കള്ള വോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ള വോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിലൊരു കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ്. ഇപ്പോൾ കള്ള വോട്ടിൻ്റെ ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് ഇപ്പം നാട്ടുകാർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ സിനിമ സ്റ്റൈലിൽ കലിംഗൻ നോവൽ വന്നത്. ഈ പഴയ കാലത്ത് സിനിമയിലൊക്കെ പ്രണയ പിന്നെ കഥയെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കലിംഗിൻ്റെ നായകൻ ഇരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ സിനിമ സ്റ്റൈലിൽ ഇപ്പോൾ കലിംഗിൻ്റെ അടുത്ത് കലിംഗിസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ. ഇയാൾ കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്ര മന്ത്രിയായിട്ട് ഇത്രയും ദിവസമായല്ലോ. ഈ നാട്ടിന് വേണ്ടി എന്തോന്ന് ചെയ്ത്? ഒരു മുട്ടുസൂചിൻ്റെ പ്രയോജനമെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാ? ചുമ്മാ കഴിഞ്ഞ് പിന്നെ വായിത്തോന്നിനെല്ലാം അങ്ങ് വിളിച്ചുറഞ്ഞു നടക്കുക. പാവങ്ങൾ അപേക്ഷ കൊണ്ട് ഇന്ന് അടിച്ചോടിക്കുക. അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും അവരുടെ ഒന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവുമില്ല. അയാൾ കേൾക്കുകയില്ല.
നിവേദനം വാങ്ങിയിട്ട് പാവപ്പെട്ട ഒരാളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ശേഷം വെള്ള കൈ കരച്ചി വിട്ട് തുറച്ചവനാണ്. അപ്പം അതുകൊണ്ട് അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കുന്ന കാര്യമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ, എനിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനമല്ല, ഞാൻ പഴയതുപോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും 8 നിലയെ പൊട്ടും, അതിന് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഉള്ള ജോലി വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. വേറെ നല്ല ചെറുപ്പക്കാർ നല്ല പയ്യന്മാരുണ്ട് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ. ഇതെല്ലാം കേരളം തള്ളിക്കളഞ്ഞ ആളല്ല. ഇയാളില്ലെങ്കിൽ തന്നെ അഭിനയമൊന്നും ഇല്ലല്ലോ. ശരീരത്തിൻ്റെ ഒരു തടി കാണിച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ, മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയോ പിന്നെ അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതല്ലല്ലോ. അയാൾക്കൊരു ദേശീയാടിസ്ഥാനത്തിലുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല.